വൃത്തിയാക്കാനും കട്ട് ചെയ്യാനും ഒക്കെ എല്ലാവർക്കും അറിയാം. അത് പ്രത്യേകിച്ച് കാണിച്ചു തരേണ്ട കാര്യമൊന്നുമില്ല. ഇതിൻ്റെ ഈ മുട്ടം ഇതിങ്ങനെ തടി പോലെ ഇരിക്കത്തില്ല മേളിൽ, അത് കട്ട് ചെയ്ത് കളയുക. ഒന്ന് നമുക്ക് പൊളിച്ചെടുക്കണം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ കുറേ നാൾ കൊണ്ട് ഞാൻ ഇടാൻ ആഗ്രഹിച്ചിരുന്നൊരു റെസിപ്പിയാണ് ഇന്ന് ഇടാൻ പോകുന്നത്. മാക്സിമം ഇപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്ന ഒന്നാണ്. പണ്ടൊക്കെ നമ്മളുടെ അമ്മമാരൊക്കെ നമ്മൾക്കുണ്ടാക്കി തന്നിരുന്ന നമ്മളുടെ നോസ്റ്റാൾജിക് റെസിപ്പി കപ്പ പുട്ടാണ് ഇന്നത്തെ റെസിപ്പി. പച്ചക്കപ്പ കൊണ്ട് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് എപ്പോൾ കഴിക്കണമെന്ന് തോന്നിയാലും അപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് കപ്പ പുട്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മളുടെ കപ്പ പുട്ട് ഉണ്ടാക്കുന്നതെന്ന്. ഞാനിവിടെ കപ്പ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ഇത് കൂടുതലായിരിക്കും, ഞാനിപ്പോൾ ഒരു കുറ്റി പുട്ടേ ഉണ്ടാക്കണുള്ളൂ. അപ്പോൾ അതനുസരിച്ച് കപ്പ ചൂസ് ചെയ്യുക. ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ: ഒന്ന്, കപ്പ കയ്പുള്ള കപ്പ എടുക്കുകയേ ചെയ്യരുത്. പുട്ടുണ്ടാക്കാൻ കയ്പില്ലാത്ത കപ്പ എടുക്കണം. നമ്മളുടെ സിലോൺ കപ്പ നമ്മൾ വാങ്ങുന്ന കപ്പ മിക്കവാറും ചില കപ്പകൾ നല്ല കയ്പായിരിക്കും. അപ്പം കയ്പുള്ള കപ്പയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുട്ടുണ്ടാക്കി വരുമ്പോഴതിന് കയ്പ് കാണും. അപ്പോൾ അത് ഒരു സുഖം ഉണ്ടാവില്ല. ഒളിച്ചെടുത്ത് കഴുകി മണ്ണെല്ലാം കളഞ്ഞിട്ട് പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഗ്രേറ്റർ ഉപയോഗിച്ച് ഗ്രേറ്റ് ചെയ്യുന്നതാണ് നല്ലത്. ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നമുക്കിങ്ങനെ ഇതിൽ ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോഴാണ് ആ പുട്ടൊന്ന് ശരിക്ക് വരുന്നത് കേട്ടോ. ഇതൊന്ന് ഗ്രേറ്റ് ചെയ്ത് കംപ്ലീറ്റ് നമുക്ക് എടുത്തിട്ട് ബാക്കി പ്രൊസീജിയർ പറയാം കേട്ടോ. ഞാൻ ഇത് കംപ്ലീറ്റ് ഒന്ന് സ്ക്രബ് ചെയ്തെടുത്തു. ഇച്ചിരി വലുതായിട്ട് ആ സ്ക്രബ് ചെയ്ത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ചെറുതായിട്ട് സ്ക്രബ് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. നമുക്കിനി ഇത് ചെയ്യാനുള്ള ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊന്ന് പിഴിഞ്ഞെടുക്കണം കേട്ടോ. ഇതിനകത്ത് ചെറിയ ഒരു ഇതുണ്ടാവുമല്ലോ, കപ്പയുടെ ഒരു നീര്, അതങ്ങ് പിഴിഞ്ഞ് കളയണം. ചിലർ ഇതിൽ അല്പം വെള്ളം ഒഴിച്ചിട്ട് പിഴിയാറുണ്ട്. ഒരു ശകലം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേണേലും പിഴിഞ്ഞെടുക്കാം. ഇതിപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പിഴിഞ്ഞെടുക്കാം. അപ്പം അങ്ങനെ പിഴിയുമ്പോൾ കുറേയേറെ നമുക്ക് അതിൻ്റെ നീര് കിട്ടത്തില്ല. ഒന്ന് കൈയും കൊണ്ട് ശരിക്കും ഞെവിടിയിട്ട് ഇത് നമുക്കൊന്ന് ശരിക്ക് പിഴിഞ്ഞെടുക്കണം. അത് നമുക്ക് പ്ലേറ്റിലോട്ട് വെക്കണം. ഇങ്ങനെ ഒന്ന് കണ്ടോ, ഇങ്ങനെ പിഴിഞ്ഞെടുക്കുക. നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കണം. കംപ്ലീറ്റ് നീര് കളയണം കേട്ടോ. കൈക്ക് ശക്തിയില്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ ജേൺസൊക്കെ ഉണ്ടെങ്കിൽ അവരോട് പറഞ്ഞാൽ മതി നല്ലപോലെ ഒന്ന് പിഴിഞ്ഞ് തരാമെന്ന്. നമുക്ക് ഇതുപോലെ ഇതൊന്ന് പിഴിഞ്ഞെടുക്കാം കംപ്ലീറ്റ് കേട്ടോ. അപ്പോൾ ഇത്രയും ഇതിനകത്തുനിന്ന് ആ കപ്പയുടെ ജ്യൂസ് പിഴിഞ്ഞെടുത്തത് കിട്ടി. ഇതാണ് കപ്പ ജ്യൂസ്. ഇവിടെ ഞാനിത് നല്ലതുപോലെ പിഴിഞ്ഞെടുത്ത് ഇതിനകത്തുനിന്ന് വെള്ളം ഒന്ന് തുടച്ചിട്ടാണ് അതിലോട്ട് ഇട്ടത് കേട്ടോ. വെള്ളമയം ഉണ്ടായിരിക്കരുത് നമ്മൾ എടുക്കുന്ന പാത്രത്തിൽ. ഇതിനകത്ത് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. തേങ്ങ നമുക്കല്ലാതെയും വേണം. ഈ കപ്പപ്പൂട്ടിന് കുറച്ചേറെ തേങ്ങ ഇടുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനൊരു അല്പം തേങ്ങ ഇട്ട് കൊടുത്തു ഒന്ന് മിക്സ് ചെയ്യാൻ. അപ്പോൾ അതിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ തേങ്ങ ഇടയ്ക്കുണ്ടെങ്കിൽ ഒട്ടത്തില്ല കേട്ടോ. ഒരു അല്പം ഉപ്പിട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് കൂടിപ്പോകരുത്. റവ പൊടിയാണ് ചേർക്കുന്നത്. ഇച്ചിരി വലിയ റവ, വറുത്ത റവ പൊടി. 1-2 ടേബിൾ സ്പൂൺ അരിപ്പൊടി അല്ലെങ്കിൽ വറുത്ത റവ പൊടി. ഇത് ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് തമ്മിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയാണ്. വെന്ത് വരുമ്പോൾ ഒന്ന് മിക്സ് ചെയ്യുക. നമ്മൾ തേങ്ങയും ഉപ്പും റവ പൊടിയാണ് ചേർത്തത്. സാധാരണ എല്ലാവരും അരിപ്പൊടിയാണ് ചേർക്കുക കേട്ടോ. അരിപ്പൊടി ചേർത്താൽ മതി. ഒരു ടേബിൾ സ്പൂൺ. പുട്ടിന് പൊടിച്ച അരിപ്പൊടി തന്നെ ചേർക്കണം. നൈസായിട്ട് പൊടിച്ച അരിപ്പൊടി ചേർക്കരുത് കേട്ടോ. അതിൻ്റെ കാരണം നൈസായിട്ട് പൊടിച്ച അരിപ്പൊടിയാണെന്നുണ്ടെങ്കിൽ ഇപ്പം മാക്സിമം കിട്ടുന്ന പച്ചരിയൊക്കെ ഒട്ടുന്ന പച്ചരിയാണ് കേട്ടോ. അപ്പോൾ അതങ്ങ് ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. പുട്ടു ഉണ്ടാക്കുന്ന ചില്ലിടാൻ മറക്കരുത്. അതിടുക. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ആദ്യം കുറച്ച് തേങ്ങ ഇടുക. അടിയിൽ ആവി കയറാൻ കുറച്ച് ഈസി ആവും കേട്ടോ. തേങ്ങ ഇട്ടു. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഇത് നിറച്ച് കൊടുക്കാം. ഇതൊരിക്കലും അമ്മക്കരുത് കേട്ടോ. ഈ കപ്പ ഒരു കാരണവശാലും അമ്മക്കരുത്. അപ്പോൾ അമക്കാതെ തന്നെ ഉണ്ടാക്കണം. ഒരു പകുതി ആയി. ഇനി ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെയും നിറയ്ക്കുക. ഒത്തിരി അങ്ങ് നിറയ്ക്കണ്ട കേട്ടോ. ഒരുപാട് അങ്ങ് അമക്കരുത്. ഇത് അതാണ് ഞാൻ സ്പൂൺ ഉപയോഗിച്ചത്. സാധാരണ നമ്മൾ അരിപ്പുട്ട് ഇടുന്നത് പോലെ അമക്കരുത് കേട്ടോ. ഇതിലോട്ട് നമുക്ക് ഇനി കുറച്ച് തേങ്ങ കൂടി വെച്ച് കൊടുക്കും.
മതി. ഇനി ഇത് അടയ്ക്കുക. നമുക്കിനി ഇത് സ്റ്റീം ചെയ്തെടുക്കാം. ഇവിടെ നമ്മുടെ വെള്ളമുണ്ട്, തിളച്ച് കിടക്കുകയാണ്. അതിലോട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇത് ഒരു 10 മിനിറ്റോളം സ്റ്റീം ചെയ്യുകയാണ് ഞാൻ. ഒരുപാട് വേവില്ല കപ്പയ്ക്ക്, എങ്കിലും ഒരു 10 മിനിറ്റ് സ്റ്റീം ചെയ്യുക കേട്ടോ. 5 മിനിറ്റ് സ്റ്റീം ചെയ്താലും വരും. ഇത് നല്ലതുപോലെ ആവി വന്ന് തുടങ്ങുവാണെങ്കിൽ, വെള്ളം തിളച്ചിട്ട് വെക്കുകയല്ലേ, അപ്പോൾ പെട്ടെന്ന് ആവി വരും. ഇവിടെ ഇതിലെ ആവി വന്ന് തുടങ്ങുകയാണെങ്കിൽ ആവി വന്ന ഒരു 5-6 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് എടുക്കാം. കപ്പയൊന്നും വേവണ്ടേ, പെട്ടെന്ന്. അപ്പോൾ നമ്മളുടെ പുട്ട് ഇവിടെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. സ്റ്റീം വരാൻ തുടങ്ങി. ഒരു സ്റ്റീം വന്നിട്ട് ഇപ്പോൾ ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞു. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് പുട്ട് എടുക്കാവുന്നതാണ്. നമ്മളുടെ ചൂടുള്ള പുട്ട്, അടിപൊളി കപ്പ പുട്ട്. ആഹാ, അടിപൊളി പുട്ട്. കാണാൻ തന്നെ എന്നാ ഭംഗിയാണ്, കൊതി വരുന്നു അല്ലേ. ദേണ്ടേ, ഈ ചില്ലങ്ങ് എടുക്കുക. അങ്ങനെ നമ്മളുടെ അടിപൊളി കപ്പ പുട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇത് നമുക്ക് ഇങ്ങനെ 2ആയിട്ട് എടുക്കണമെങ്കിൽ 2ആയിട്ട് ആക്കാം. നല്ല ആവി പറക്കുന്ന ചൂട് പുട്ടിൻ്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് മീൻ കറിയുടെ ചാറ് ബെസ്റ്റ് കോമ്പിനേഷൻ ആയിരിക്കും. പിന്നെ നമ്മൾക്ക് എന്താ പറയുന്നത്, ബീഫ് കറിയോ ബീഫ് ഉലർത്തിയതോ ചിക്കനോ മട്ടണോ എന്താണ് ഇഷ്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിക്കുക. ഇതിപ്പം വെറുതെ കഴിക്കാം, പഞ്ചസാരയോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും വേണ്ട, ഒന്നുമില്ലാതെ നമ്മൾക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, മറക്കാതെ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക. സൂപ്പർ ടേസ്റ്റാണ് ഇത്. നമ്മൾ പണ്ടൊക്കെ കുറേ ബുദ്ധിമുട്ടിയായിരുന്നു കപ്പപ്പുട്ട് ഉണ്ടാക്കുന്നത്. കപ്പ ഉണക്കണം, പൊടിക്കണം ഒക്കെ. ഇപ്പോൾ എല്ലാവർക്കും ഈ ട്രിക്ക് അറിയാം, അതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. ഹേ ഫ്രണ്ട്സ്, hope everyone loves today's very tasty, delicious Kerala style Mallu special Tapioca Puttu, steamed put. Description boxil കപ്പയുടെ എത്രയും റെസിപ്പീസ് ഉണ്ടോ അതിൻ്റെ എല്ലാം ലിങ്ക് കൊടുക്കാം, ചെക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പ്ലീസ് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ കമൻസുകൾ തരണം, ലൈക്സ് തരണം. വീഡിയോസ് പ്ലീസ് കാണാൻ ശ്രമിക്കുക. ടൈമില്ല എങ്കിൽ പോലും വീഡിയോസ് കാണുമ്പോഴാണ് നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട്സ് കിട്ടുക. അതുപോലെ ഫ്രണ്ട്സ്, കപ്പപ്പുട്ട് കഴിക്കുമ്പോൾ ചൂടോടെ തന്നെ കഴിക്കുക, ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ. ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. താങ്ക് യു. ഹേ ഫ്രണ്ട്സ്, പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് ആൻഡ് പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു പ്രസ് ദ bell icon to get the notifications. Thank you. Eat healthy, stay healthy.